അഫ്ഗാനിസ്ഥാനിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിലുള്ളപ്പോൾ ഇന്ത്യ 73 ടൺ ജീവൻ രക്ഷാ മരുന്നുകൾ വിമാനമാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് സമ്മാനമായി അയച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സമീപകാല ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീയും അവരുടെ 9 കുട്ടികളും ഉൾപ്പെടെ ആകെ 10 പേർ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ മരിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലേക്ക് ആരോഗ്യ സംരക്ഷണത്തിലുള്ള മരുന്നുകൾ ഇന്ത്യ വലിയ അളവിൽ അയക്കുന്നുണ്ടെന്നും അവയിൽ പലതും ജീവൻ രക്ഷിക്കുന്നവയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺവീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തവണ 3ാമത്തെ ബാച്ച് മരുന്നുകളാണ് അയച്ചത്. ഇതിനു മുൻപ് ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യൻ മരുന്നുകൾ അയച്ചിരുന്നു. ഇവയിലും വലിയ അളവിൽ ജീവൻ രക്ഷാ മരുന്നുകൾ അടങ്ങിയിരിക്കുന്നു. ഇതിനുള്ള കരാറുകൾ ദുബായിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. പാകിസ്ഥാന്റെ വ്യോമാതിർത്തി അത്ര സുരക്ഷിതമല്ലാത്തതിനാൽ ഈ ചരക്കുകൾ മുംബൈയിൽ നിന്നോ അഹമ്മദാബാദിൽ നിന്നോ ദുബായിൽ നിന്നോ കാബൂളിലേക്കും ദുബായിൽ നിന്ന് കാബൂളിലേക്കും എത്തുന്നു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാന്റെ വാണിജ്യ വ്യവസായ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി ന്യൂഡൽഹി സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്കും ഇന്ത്യൻ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അഫ്ഗാനിസ്ഥാനിൽ പൂർണ്ണ സുരക്ഷയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ അഫ്ഗാൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയിലെ സൈഡസ് ലൈഫ് സയൻസിനും അഫ്ഗാനിസ്ഥാനിലെ റാഫിസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും തമ്മിൽ $100 മില്യൺ കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.